അല്ല, പ്രതിപക്ഷ നേതാവിനെ കാണുക എന്നുള്ളത് നമ്മുടെ ധാർമ്മിക ഉത്തരവാദിത്തമല്ലേ. അത് നന്ദി പറയുക എന്നുള്ള സതുദ്ദേശത്തിൽ മാത്രം വന്ന സ്വാഭാവികമായിട്ടും കാണുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കില്ല, അത്രേ ഉള്ളൂ. വേറെ ഒരു ഉദ്ദേശമില്ല. സതുദ്ദേശത്തിൽ അവർ ചെയ്ത എന്താ പറയുക തീരുമാനത്തിന് നന്ദി പറയുക ഉദ്ദേശമാണ്. അങ്ങനെ പല തരത്തിലുണ്ട്. അതൊക്കെ തീരുമാനിക്കേണ്ടത് UDF ലീഡർഷിപ്പാണ്. ഞാൻ എന്തിനു വേണ്ടിയാണോ കേരളത്തിൽ എൻ്റെ സാമാജികത്വം രാജിവെച്ച് പുറത്തിറങ്ങിയത്, അത് പിണറായി അവസാനിപ്പിക്കണമെന്ന ഉദ്ദേശത്തിലാണ്. ആ ഉദ്ദേശത്തിൽ ഉറച്ചു നിൽക്കുന്നു. അതിനുള്ള പോരാട്ടം തുടരും. ഞാൻ ഒരു സീറ്റിലും നിൽക്കാതെ ഈ 140 മണ്ഡലത്തിലും പോയി ക്യാമ്പയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. ഒരു സ്ഥാനാർത്ഥി എവിടെയെങ്കിലും ആയിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ പരിമിതി വരും. അതില്ലെങ്കിൽ ഈ 140 മണ്ഡലങ്ങളിൽ പരമാവധി മണ്ഡലങ്ങളിൽ പോയിട്ട് UDFൻ്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വർക്ക് ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ല, വേണ്ടി വന്നാൽ അങ്ങനെയും പറയും, അതിനൊരു തർക്കമില്ല. ഇല്ല, മത്സരരംഗത്തേക്ക് താല്പര്യവും MLA-ഷിപ്പ് വേണമെങ്കിൽ അന്നയിൽ നിന്നാൽ പോരെ. ഇതൊക്കെ വിട്ടെറിഞ്ഞ് വരണ്ടല്ലോ. നമ്മളൊരു ദൗത്യത്തിന് ഇറങ്ങിയതാണ്, ആ ദൗത്യം ഏറ്റെടുത്ത് മുന്നോട്ട് പോകും. ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്, എല്ലാവർക്കും അവസാനം വന്ന് കയറാനുള്ള കേന്ദ്രമല്ല, ഇനി ഒരു സംയമനം പാലിക്കണം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. മുല്ലപ്പള്ളി എന്നൊക്കെ പറയുന്ന ഏറ്റവും സീനിയർ മോസ്റ്റ് ലീഡറാണ്. എൻ്റെ ഫാദറിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അദ്ദേഹമൊക്കെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്തെങ്കിലും കാര്യമുണ്ടാകും. അത് ആ ഒരു എന്താ പറയുക നമ്മുടെ ഒരു ജ്യേഷ്ഠ സ്ഥാനത്തുള്ള ഒരു എന്താ പറയുക ഒരു ബ്രദറിൻ്റെ ഉപദേശമായിട്ട് മാത്രമേ ഞാനതിനെ കാണുന്നുള്ളൂ. ഇത്രയല്ല, അങ്ങനെ അത് കാണാൻ പറ്റുള്ളൂ. കാരണം വീട്ടിലൊക്കെ എത്രയോ പ്രാവശ്യം ആ കാലഘട്ടങ്ങളിൽ വന്നിട്ടുള്ള ഒരാളാണ്. അപ്പം ആ റെസ്പെക്റ്റോട് കൂടിയിട്ട് പറഞ്ഞതിലുള്ള കാര്യം നമ്മൾ ഏറ്റെടുക്കത്തുള്ളൂ.